ಪಿತನ ಸುತನ ಮತ್ತು ಪವಿತ್ರಾತ್ಮ ನಾಮದಲ್ಲಿ ಆಮೆನ್. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ಪ್ರಭು ಕ್ರಿಸ್ತರಲ್ಲಿ ಆತ್ಮೀಯ ಸಹೋದರ സഹോദരിಯರೇ, RRC ധ്യാന കേന്ദ്രത്തിൽ നിന്ന് എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ നേരുന്നു. RRC ധ്ಯಾನ ಕೇಂದ್ರದ ಪರವಾಗಿ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಪ್ರಾರ್ಥನಾ ಶುಭವನ್ನು ಕೋರುತ್ತಿದ್ದೇವೆ. സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ വചനത്തോടുകൂടി യാത്ര ചെയ്യാൻ ഒരു ദിവസം കൂടെ കർത്താവ് അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ಪ್ರಿಯರೇ, ದೇವರ ವಾಕ್ಯದೊಟ್ಟಿಗೆ ಸೇರಿ ಜೀವಿಸಲು ಮತ್ತೊಂದು ದಿನವನ್ನು ದೇವರು ನಮಗೆ ಕೊಡುಗೆಯಾಗಿ ನೀಡಿದ್ದಕ್ಕಾಗಿ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸೋಣ. നിങ്ങൾ ലോകമെങ്ങുമ്പോൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞ കർത്താവിന്റെ വചനം നമ്മൾ ഇവിടെ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. ಲೋಕದ ಕಟ್ಟ ಕಡೆಯವರೆಗೂ ಹೋಗಿ ಸುವಾರ್ತೆಯನ್ನು ಸಾರಿರಿ ಎಂಬ ದೇವರ ವಾಕ್ಯಕ್ಕೆ ಅನುಗುಣವಾಗಿ ನಾವು ಈ ಕಾರ್ಯವನ್ನ ಮಾಡುತ್ತಿದ್ದೇವೆ. ഈശോയുടെ വചനം കൂടുതൽ കൂടുതൽ അറിഞ്ഞ് ആ വചനത്തോട് സഹകരിച്ച് നമ്മുടെ ജീവിതത്തെ നമുക്ക് നവീകരിക്കാം. ದೇವರ ವಾಕ್ಯವನ್ನು ಇನ್ನೂ ಹೆಚ್ಚು ಆಳವಾಗಿ ಅರ್ಥೈಸಿಕೊಂಡು ಆ ವಾಕ್ಯದೊಟ್ಟಿಗೆ ನಮ್ಮ ಜೀವನವನ್ನ ನವೀಕರಿಸೋಣ. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ಮಾತೆ ಮರಿಯಮ್ಮನವರ ಮಧ್ಯಸ್ಥಿಕೆಯಲ್ಲಿ ನಾವು ಪ್ರಾರಂಭಿಸೋಣ. ನಮೋ ಮರಿಯೇ ವರಪ್ರಸಾದ ಪೂರ್ಣೆ ಕರ್ತರು ನಿಮ್ಮೊಡನೆ ಇದ್ದಾರೆ, ಸ್ತ್ರೀಯರಲ್ಲಿ ನೀವು ಧನ್ಯರು ಮತ್ತು ನಿಮ್ಮ ಉದರದ ಫಲವಾದ ಯೇಸು ಧನ್ಯರು. ಸಂತ ಮರಿಯ ದೇವ ಮಾತೆ, ಪಾಪಿಗಳಾಗಿರುವ ನಮಗಾಗಿ ಈಗಲೂ ನಮ್ಮ ಮರಣದ ಸಮಯದಲ್ಲೂ ಪ್ರಾರ್ಥಿಸಿರಿ. ಆಮೆನ್. ഹല്ലേലൂയാ, ಹಲ್ಲೇಲೂಯಾ. യേശുവേ ആരാധನೆ, ಯೇಸುವೆ ಆರಾಧನೆ, യേശുവേ മഹിമേ. ಯೇಸುವೆ ಮಹಿಮೆ. സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ വചനം നമ്മൾ ഉൽപ്പത്തി പുസ്തകമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ಪ್ರಿಯರೇ, ಆದಿಕಾಂಡವನ್ನು ನಾವು ಅಧ್ಯಯನ ಮಾಡುತ್ತಾ ಬರುತ್ತಿದ್ದೇವೆ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 12-ാം അധ്യായം അതിപ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം അബ്രാഹത്തെ ദൈവം വിളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ನಾವು ಕಳೆದ ಸಂಚಿಕೆಯಲ್ಲಿ ಆದಿಕಾಂಡ 12ನೇ ಅಧ್ಯಾಯ ಅಬ್ರಹಾಮನು ದೇವರ ಕರೆಗೆ ಹೋಗೊಟ್ಟದ್ದನ್ನು ನಾವು ಧ್ಯಾನಿಸಿದೆವು. ദേശവും ബന്ധുക്കളും പിതൃഭവനവും എല്ലാം ഉപേക്ഷിച്ച് ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് ദൈവം കൊണ്ടുപോവുകയാണ് അബ്രാഹം. ತನ್ನ ಸ್ವಂತ ನಾಡನ್ನು, ಬಂಧು ಬಳಗವನ್ನು, ತಾಯ್ನಾಡನ್ನು ಎಲ್ಲವನ್ನು ಬಿಟ್ಟು ದೇವರು ಕರೆದ ಸ್ಥಳಕ್ಕೆ ಅಬ್ರಹಾಮನು ಹೊರಟು ಬಂದನು. ദൈവം കാണിച്ചു തന്ന കാനാൻ ദേശത്ത് എത്തി ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു വലിയ കടുത്ത ക്ഷാമം ഉണ്ടാകുമ്പോൾ അബ്രഹാം പെട്ടെന്ന് ഈജിപ്ത് ദേശത്തേക്ക് ഓടിപ്പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ದೇವರು ತೋರಿಸಿಕೊಟ್ಟಂತ ಕಾನಾನ್ ನಾಡಿಗೆ ಅವನು ಹೋಗಿ ವಾಸ ಮಾಡಲು ಪ್ರಾರಂಭ ಮಾಡುತ್ತಾನೆ. ಆದರೆ ಕಾನಾನ್ ನಾಡಿನಲ್ಲಿ ಘೋರವಾದ ಕ್ಷಾಮ ಬಂದಾಗ ಅಲ್ಲಿಂದ ಅವನು ಈಜಿಪ್ಟಿಗೆ ಪಲಾಯನ ಮಾಡಿರುತ್ತಾರೆ. അവിടെ വെച്ചുണ്ടാകുന്ന ചെറിയൊരു അപകടവും ആ അപകടത്തിൽ നിന്ന് ദൈവം രക്ഷിച്ച് വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ അബ്രാഹത്തെ എത്തിച്ചു. അവിടെയുള്ള സംഭവങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ಆ ಈಜಿಪ್ಟ್ ನಾಡಿನಲ್ಲಿ ವಾಸ ಮಾಡುವಾಗ ಅವರ ಕುಟುಂಬದಲ್ಲಿ ಆದಂತ ಒಂದು ದುರ್ಘಟನೆ, ಅಂತ ಸಮಯದಲ್ಲೂ ದೇವರ ಒಂದು ಸಂರಕ್ಷಣೆಯಿಂದ ಅವರು ಕಾಯ್ದು ಕಾಪಾಡಲ್ಪಟ್ಟು ಮತ್ತೆ ಸ್ವಂತ ನಾಡಿಗೆ ಮರಳಿ ಬಂದರು. അബ്രാഹാം ദൈവത്തിന്റെ വിളി സ്വീകരിച്ച് ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ അബ്രാഹവും അബ്രാഹത്തിന്റെ ഭാര്യയും അതുപോലെ തന്നെ അബ്രാഹത്തിന്റെ സഹോദരന്റെ പുത്രനായ ലോത്തുമുണ്ട് അബ്രാഹത്തിന്റെ കൂടെ. ಅಬ್ರಹಾಮನು ದೇವರನ್ನ ಹಿಂಬಾಲಿಸಿ ಬರುವಾಗ ಅಬ್ರಹಾಮ, ಆತನ ಹೆಂಡತಿ ಸಾರಯಳು ಮತ್ತು ತನ್ನ ತಮ್ಮನ ಮಗನಾದ ಲೋಟನು ಸಹ ಅವರೊಟ್ಟಿಗಿದ್ದರು. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള അധ്യായത്തിൽ ഒരു പ്രത്യേക സംഭവം കാണുന്നുണ്ട്. ಆದಿಕಾಂಡ 13 ವಚನ 1ರಿಂದ 7ರಲ್ಲಿ ಒಂದು ಘಟನೆಯನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. അബ്രാഹാം കാനാൻ ദേശത്തേക്ക് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് 2 പേർക്കും, അബ്രാഹത്തിനും ലോത്തിനും, വളരെയധികം സമ്പത്ത്, ആടുമാടുകള്, അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. ಅವರು ಈಜಿಪ್ಟಿನಿಂದ ಕಾನಾನ್ ನಾಡಿಗೆ ಹಿಂದಿರುಗಿ ಬಂದಾಗ ಅಬ್ರಹಾಮ ಮತ್ತು ಲೋಟ ಇಬ್ಬರಿಗೂ ಘನಧನವಂತರಾಗಿದ್ದರು. ಅವರಿಗೆ ದನ, ಕರು, ಕುರಿಗಳು, ಹೇರಳವಾದ ಆಸ್ತಿಪಾಸ್ತಿ ಇತ್ತು. അപ്പൊ അങ്ങനെ ഇവർ 2 പേർക്കും ഒരുമിച്ച് തിങ്ങി പാർക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യം അവിടെ ഉണ്ടാവുകയാണ്. ಇವರಿಬ್ಬರು ಒಟ್ಟಾಗಿ ಸಂಚರಿಸಲು ಸಾಧ್ಯವಾಗದಷ್ಟು ಅವರಲ್ಲಿ ಆಳುಗಳು, ದನಕರುಗಳು ಹೆಚ್ಚಾದವು. 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രാം ഭാര്യയോടും സ്വന്തമായ സകലതിനോടും കൂടെ ഈജിപ്തിൽ നിന്ന് നഗബിലേക്ക് പോയി, ലോത്തും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ಅಬ್ರಹಾಮನು ತನ್ನದುದನ್ನೆಲ್ಲ ತೆಗೆದುಕೊಂಡು ಹೆಂಡತಿ ಮತ್ತು ಲೋಟನ ಸಂಗಡ ಈಜಿಪ್ಟನ್ನು ಬಿಟ್ಟು ಕಾನಾನ್ ನಾಡಿನ ದಕ್ಷಿಣ ಪ್ರಾಂತ್ಯಕ್ಕೆ ಬಂದನು. 2-ാം വാക്യം, അബ്രാഹത്തിന് ധാരാളം കന്നുകാലികളും സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. ಈಗ ಅವನಿಗೆ ಪಶು ಪ್ರಾಣಿಗಳಿದ್ದವು, ಬೆಳ್ಳಿ ಬಂಗಾರವಿತ್ತು, ಅವನು ಈಗ ಘನಧನವಂತನಾಗಿದ್ದನು. 5-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻ പറ്റങ്ങളും കന്നുകാലികളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. 5ನೇ ವಚನದಲ್ಲಿ ನೋಡುತ್ತೇವೆ, ಅಬ್ರಾಮನ ಜೊತೆಯಲ್ಲಿದ್ದ ಲೋಟನಿಗೆ കുരിമന്തകളും ദനക്കറുകളും ഗുഡാര ബിഡാരകളും ഇದ್ದವು. 6-ാം വാക്യം, അവർക്കൊന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല, കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു, ഒന്നിച്ചു പാർക്കുക വയ്യാതായി. 6ನೇ ವಚನ, ಈ ಕಾರಣ ಅವರಿಬ್ಬರ ಜೀವನಕ್ಕೆ ಅಲ್ಲಿ ಸ್ಥಳ ಸಾಲದೆ ಹೋಯಿತು. ಇಬ್ಬರಿಗೂ ಪಶು ಪ್ರಾಣಿಗಳು ಹೇರಳವಾಗಿದ್ದುದರಿಂದ
ಒಂದೇ ಸ್ಥಳದಲ್ಲಿ ವಾಸವಾಗಿರಲು ಆಗಲಿಲ್ಲ. ഇങ്ങനെ സമ്പത്തും ആടുമാടുകളും അവരുടെ ജീവിതത്തിന് സമൃദ്ധി എല്ലാം വർദ്ധിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുന്നത് നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. ಇಲ್ಲಿ ಅವರ ಆಸ್ತಿ ಪಾಸ್ತಿ ದನಕರುಗಳು ಹೆಚ್ಚಾಗಿ അഭിവൃദ്ധിയാದಾಗ അവരിಬ್ಬರ മಧ್ಯೆ ಸ್ವಲ್ಪ സമസ്ಯೆಗಳು ಸಹ ಉಂಟಾಯಿತು. അബ്രാഹവും ലോത്തും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അബ്രാഹത്തിന്റെ ഭൃത്യന്മാര്, ജോലിക്കാര്, അതുപോലെ തന്നെ ലോത്തിന്റെ ജോലിക്കാര്, ഇവര് തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി. ಅಬ್ರಹಾಮನಿಗೂ ಲೋಟನ ನಡುವೆ ಯಾವುದೇ ಜಗಳ ಉಂಟಾಗಲಿಲ್ಲ. ಆದರೆ ಅಬ್ರಹಾಮನ ಕೆಲಸದವರಿಗೂ ಲೋಟನ ಕೆಲಸಗಾರರಿಗೂ ಜಗಳ ಉಂಟಾಯಿತು. 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തിന്റെയും ലോത്തിന്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അക്കാലത്ത് കാനാൻകാരും പെരീസ്യരും അന്നാട്ടിൽ പാർത്തിരുന്നു. 7ನೇ ವಚನ, ಅಬ್ರಹಾಮನ ದನ ಕಾಯುವವರಿಗೂ ಲೋಟನ ದನ ಕಾಯುವವರಿಗೂ ಜಗಳ ಬೇರೆ. ಇದು ಅಲ್ಲದೆ ಆ ಕಾಲದಲ್ಲಿ ಕಾನಾನ್ಯರು ಪೆರಿಜಿಯರು ಅದೇ നാടിನಲ್ಲಿ വാസವಾಗಿದ್ದರು. ഇങ്ങനെ ഇവര് തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അബ്രാഹം ദൈവീകമായി ചിന്തിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നത് കൃത്യം നമുക്ക് വചനത്തിൽ കാണാൻ സാധിക്കും. ಈ ಕುಟುಂಬಗಳ ನಡುವೆ ಸಮಸ್ಯೆ ಬಂದಾಗ ಅಬ್ರಹಾಮನು ದೇವರ ಸನ್ನಿಧಾನದಲ್ಲಿ ಪ್ರಾರ್ಥಿಸಿ ಒಂದು ತೀರ್ಮಾನವನ್ನು ತೆಗೆದುಕೊಳ್ಳುವುದನ್ನು ನಾವು ನೋಡುತ್ತೇವೆ. 8-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാക്കരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. 8ನೇ ವಚನದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಆದುದರಿಂದ ಅಬ್ರಾಮನು ಲೋಟನಿಗೆ ಹೀಗೆಂದನು, ನನಗೂ ನಿನಗೂ ನನ್ನ ದನ ಕಾಯುವವರಿಗೂ ನಿನ್ನ ದನ ಕಾಯುವವರಿಗೂ ಜಗಳವಿರಬಾರದು, ನಾವು ಬಳಗದವರು. അബ്രാഹത്തിന്റെ സഹോദരന്റെ പുത്രനാണ് ലോത്ത്. പക്ഷേ സ്വന്തം സഹോദരനെ പോലെ തന്നെ കണ്ട് അബ്രാഹം വലിയൊരു പരിഗണന അവിടെ കാണിക്കുകയാണ്. ಲೋಟನು ಅಬ್ರಹಾಮನ ಸ್ವಂತ ತಮ್ಮನ ಮಗನಾಗಿದ್ದ. ಮಾತ್ರವಲ್ಲ, ಅಬ್ರಹಾಮನು ಈ ಪ್ರಯಾಣದಲ್ಲೆಲ್ಲ ತನ್ನ ಸ್ವಂತ ತಮ್ಮನ ರೀತಿಯಲ್ಲಿ ಅವನೊಟ್ಟಿಗೆ ಜೀವಿಸುತ್ತಿದ್ದ. നമുക്കറിയാം, കായേനും ആബേലും ആദ്യത്തെ 2 സഹോദരന്മാരായിരുന്നു. അപ്പൊ കായേന്റെ ബലി ദൈവം സ്വീകരിച്ചില്ല, ആബേലിന്റെ ബലി സ്വീകരിച്ചു. അവിടെ ഉണ്ടായ വലിയൊരു പ്രശ്നം ഒരു കൊലപാതകത്തിലേക്ക് നീങ്ങുന്നത് നമ്മൾ തിരുവചനത്തിൽ നേരത്തെ കണ്ടതാണ്. ನಾವು ಈಗಾಗಲೇ ಧ್ಯಾನಿಸಿದೆವು, ಕಾಯಿನ ಮತ್ತು ಹೇಬೆಲ ಇಬ್ಬರು ಸಹೋದರರು ದೇವರಿಗೆ ಕಾಣಿಕೆ ಅರ್ಪಿಸುವ ವಿಷಯದಲ್ಲಿ ವೈಮನಸ್ಯ ಉಂಟಾದಾಗ ಕಾಯಿನನು ತಮ್ಮ ಹೇಬೆಲನನ್ನೇ ಕೊಂದಂತ ಘಟನೆ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മൂത്തയാള്, അതായത് മൂത്ത സഹോദരൻ അതിന് കൃത്യമായിട്ട് ഒരു സൊല്യൂഷൻ എടുക്കുകയാണ്. ಇಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಇವರಿಬ್ಬರಲ್ಲಿ ಸಮಸ್ಯೆ ಉಂಟಾದಾಗ ಹಿರಿಯ ಸಹೋದರ ದೇವರೊಟ್ಟಿಗೆ ಪ್ರಾರ್ಥಿಸಿ ಒಂದು ಒಳ್ಳೆ ತೀರ್ಮಾನವನ್ನು ತೆಗೆದುಕೊಳ್ಳುತ್ತಾರೆ. അപ്പൊ അതാണ്, നമ്മള് കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മള് പല കുടുംബങ്ങളിലും സമ്പത്തിനെ പ്രതിയും പണത്തെ പ്രതിയും ബന്ധങ്ങളെ പ്രതിയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു നല്ല ഒരു മാതൃക, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, കുടുംബ കലഹം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ കുടുംബ കലഹം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിലുള്ള ഏറ്റവും മുതിർന്നയാള് ഒരു സൊല്യൂഷൻ എങ്ങനെ എടുക്കുന്നു നമ്മൾ കാണാൻ പോവുകയാണ്. ಇಂದು ನಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿ ಬಂಧು ಬಳಗದವರಲ್ಲಿ ಹಣಕಾಸು ಆಸ್ತಿಯ ವಿಷಯದಲ್ಲಿ ಜಗಳಗಳು ಸಮಸ್ಯೆಗಳು ಉಂಟಾದಾಗ ಆ ಕುಟುಂಬದ ಹಿರಿಯ ಸಹೋದರರು ಯಾವ ರೀತಿ ಅದನ್ನ ನಿಭಾಯಿಸಬೇಕೆಂದು ಈ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ಕಲಿಯುತ್ತೇವೆ. അപ്പോൾ നമ്മൾ 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തില് അബ്രാഹം ഒരു സൊല്യൂഷൻ എടുക്കുകയാണ്. അബ്രാഹം ലോത്തിനോട് ഒരു കാര്യം പറയാൻ പോവുകയാണ്. 9ನೇ ವಚನದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಅಬ್ರಹಾಮನು ಒಂದು ತೀರ್ಮಾನವನ್ನು, ಆ ಸಮಸ್ಯೆಗೆ ಪರಿಹಾರವನ್ನು ಕಂಡುಕೊಂಡು ಲೋಟನೊಟ್ಟಿಗೆ ಹೇಳುತ್ತಾನೆ. ലോത്തിനോട് പറയുകയാണ്, ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതു ഭാഗത്തേക്കാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലതു ഭാഗത്തേക്ക് പോയിക്കൊള്ളാം. വലതു ഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടതു ഭാഗത്തേക്ക് പോയിക്കൊള്ളാം. 9ನೇ ವಚನ, ನಾಡೆಲ್ಲ ನಿನ್ನ ಕಣ್ಣ ಮುಂದಿದೆ, ದಯವಿಟ್ಟು ನನ್ನನ್ನು ಬಿಟ್ಟು ಬೇರೆ ಹೋಗು. ನೀನು ಎಡಗಡೆಗೆ ಹೋದರೆ ನಾನು ಬಲಗಡೆಗೆ ಹೋಗುತ್ತೇನೆ, ನೀನು ಬಲಗಡೆಗೆ ಹೋದರೆ ನಾನು ಎಡಗಡೆಗೆ ಹೋಗುತ್ತೇನೆ. കണ്ടോ, സഹോദര സ്നേഹത്തിന് എന്തോ ഒരു വലിയ പ്രാധാന്യമാണ്. ഇവിടെ ചെറിയൊരു സമ്പത്തിൽ ഒരാൾക്ക് കുറച്ച് കൂടി പോയി കഴിഞ്ഞാൽ ആ വലിയ കൊലപാതകം പോലുള്ള സംഭവങ്ങൾ വരെ ഉണ്ടാകും. ഇവിടെ അബ്രഹാം കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കുക, നീ ഇടത്തെ സൈഡിലെ സ്ഥലമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തെ സൈഡിലേക്ക് പൊക്കോളാം, നിനക്ക് വലത്തെ സൈഡിലെ സ്ഥലമാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇടത്തെ സൈഡിലേക്ക് പൊക്കോളാം. അങ്ങനെ കൃത്യമായിട്ട് സഹോദരൻ ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണ് ഇവിടെ. ನೋಡಿ, ಇತ್ತೀಚಿನ ದಿನಗಳಲ್ಲಿ ಆಸ್ತಿ ಪಾಸ್ತಿ ಹಂಚುವ ಸಮಯದಲ್ಲಿ ಸಹೋದರರಿಗೆ ಸ್ವಲ್ಪ ಹೆಚ್ಚು ಕಮ್ಮಿ ಆದರೂ ಸಹ ಕೊಲ್ಲೆ ಮಾಡುವಷ್ಟರ ಮಟ್ಟಿಗೆ ಆ ಜಗಳ ಕೊಂಡೊಯ್ಯುತ್ತದೆ. ಆದರೆ ಇಲ್ಲಿ ಅಬ್ರಹಾಮನು ದೇವರ ಕೃಪೆಯಿಂದ ಒಳ್ಳೆ ತೀರ್ಮಾನವನ್ನು ತೆಗೆದುಕೊಂಡು ಹೇಳುತ್ತಾನೆ, ನೀನು ಬಲಗಡೆಗೆ ಹೋದರೆ ನಾನು ಎಡಗಡೆಗೆ ಹೋಗುತ್ತೇನೆ, ನೀನು ಎಡಗಡೆಗೆ ತೆಗೆದುಕೊಂಡರೆ ನಾನು ಬಲಗಡೆ
ಕನ್ನಡಿಯನ್ನು ತೆಗೆದುಕೊಳ್ಳುತ್ತೇನೆ. നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാമോദീസ സ്വീകരിച്ചവരാണ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഒരു സാമ്പത്തികമായ കാര്യം വന്നാലും ഒരു ഭൗതികമായ കാര്യം വന്നാലും ഒരു പ്രശ്നം വന്നാലും എങ്ങനെ തീരുമാനം എടുക്കണമെന്ന് അബ്രാഹം നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ನಾವೆಲ್ಲರೂ ದೀಕ್ಷಾಸ್ನಾನ ಪಡೆದುಕೊಂಡು ಕ್ರೈಸ್ತೀಯ ಜೀವನವನ್ನ ನಡೆಸುವವರಾಗಿದ್ದೇವೆ. ನಮ್ಮ ಕುಟುಂಬಗಳಲ್ಲಿ ಹಣಕಾಸಿನ ವಿಷಯದಲ್ಲಿ, ಭೌತಿಕ ವಿಷಯದಲ್ಲಿ ಏನಾದರೂ ಸಮಸ್ಯೆಗಳು ಬಂದರೆ ಅದನ್ನು ಹೇಗೆ ಬಗೆಹರಿಸಿಕೊಳ್ಳಬೇಕೆಂದು ಅಬ್ರಹಾಮನ ಘಟನೆ ನಮಗೆ ಪಾಠ ಕಲಿಸುತ್ತದೆ. പുതിയ നിയമത്തിലാണ് ഈശോ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് കാണുന്നത്. ഇവിടെ ദൈവം വിളിച്ച അബ്രാഹത്തിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിൽ പ്രകടമായ ആ ഒരു സഹോദര സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ನಿನ್ನ ಸಹೋದರ ಸಹೋದರಿಯನ್ನು ಪ್ರೀತಿಸಬೇಕೆಂಬುದಾಗಿ ಆ ಯೇಸುವಿನಲ್ಲಿ ಕಂಡು ಬಂದಂತ ಆ ಸೋದರ ಪ್ರೀತಿಯನ್ನು ಈ ಹಳೆಯ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ಅಬ್ರಹಾಮನ ಜೀವಿತದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ. ഇനി 10-ാം വാക്യത്തിൽ നമുക്ക് കാണാം, ഈ ലോത്ത് എന്ന് പറയുന്ന ആളോട് അബ്രാഹാം പറഞ്ഞു, നീ തെരഞ്ഞെടുത്തു. എന്നിട്ട് ലോത്തിന്റെ തീരുമാനം എന്താണെന്ന് നമ്മൾ വായിച്ചെടുക്കാൻ പോവുകയാണ്. 10ನೇ ವಚನದಲ್ಲಿ ನೋಡೋಣ, ಲೋಟನು ಯಾವುದನ್ನು ತೀರ್ಮಾನ ಮಾಡಿ ಆಯ್ಕೆ ಮಾಡಿಕೊಂಡನು. അപ്പൊ ലോത്ത് ഇങ്ങനെ ചുറ്റും നോക്കി ഏതാണ് സ്ഥലം എന്നും നല്ലതെന്ന് നോക്കിയിട്ട് ലോത്ത് തീരുമാനിക്കാൻ പോവുകയാണ്. ಲೋಟನು ಕಣ್ಣೆತ್ತಿ ನೋಡಿ ಯಾವುದು ಒಳ್ಳೆಯ ಸ್ಥಳ ಎಂದು ಆಯ್ಕೆ ಮಾಡುವ ಸಮಯವಿದು. യോർദാൻ സമതലം, 10-ാം വാക്യം, യോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ളത് ഭൂമിയാണെന്ന് ലോത്ത് കണ്ട് ലോത്ത് അവിടെ തെരഞ്ഞെടുക്കുകയാണ്. ಲೋಟನು ಕಣ್ಣೆತ್ತಿ ನೋಡಿ ಜೋರ್ಡಾನ್ ನದಿಯ ಸುತ್ತಲಿನ ಪ್ರದೇಶ ಚೋಗರೂರಿನವರೆಗೂ ಎಲ್ಲೆಲ್ಲೂ ನೀರಾವರಿ ಆಗಿರುವುದು ಕಾಣಿಸಿತು. ആ ലോത്ത് തെരഞ്ഞെടുക്കുന്ന സ്ഥലം സോദോം ഗൊമോറ, അങ്ങനെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ച ഒരു സ്ഥലമായിരുന്നു ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. ಲೋಟನು ಆಯ್ಕೆ ಮಾಡಲು ಮುಂದಾದಂತ ಸೊದೋಮ್ ಗೊಮೋರ ಪಟ್ಟಣ ಈಗಾಗಲೇ ದೇವರ വിനാശಕ್ಕೆ ಗುರಿಯಾಗಿತ್ತು. ലോത്ത് ജോർദാൻ സമതലം തെരഞ്ഞെടുത്തു. അത് നല്ല ഫലപുഷ്ടിയുള്ളതാണ്, ജലമുള്ള സ്ഥലമാണ്, കൃഷിയൊക്കെ ചെയ്യാമെന്ന് കണ്ടുകൊണ്ട് പുള്ളി പെട്ടെന്ന് അത് മനസ്സിലാക്കുകയാണ്. ഇത് നല്ല സ്ഥലമാണല്ലോ എന്ന് അബ്രാഹാം പറഞ്ഞ ഉടനെ കണ്ട് അത് തെരഞ്ഞെടുത്ത് അങ്ങോട്ട് പോവുകയാണ്. ಅಬ್ರಹಾಮನು ಹೇಳಿದ ಕೂಡಲೇ ಲೋಟನು ಕಣ್ಣೆತ್ತಿ ನೋಡಿ ಜೋರ್ಡಾನ್ ನದಿಯಲ್ಲಿರುವಂತಹ ಭಾಗ ಅದು ವ್ಯವಸಾಯ ಮಾಡಲು ಸಮೃದ್ಧಿಯಾಗಿದೆ, ಫಲಭರಿತವಾದ ಭೂಮಿಯಾಗಿದೆ ಎಂದು ಅದನ್ನು ಆಯ್ಕೆ ಮಾಡಲು ಮುಂದಾಗುತ್ತಾನೆ. അബ്രാഹാം ഇത് കണ്ട് ഒന്നും മിണ്ടുന്നില്ല. അവനെ എടുത്തോട്ടെ എന്ന് വെച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം തന്നെ ദൈവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവം കൊടുത്ത ആ കാനാൻ ദേശത്ത് തന്നെ അബ്രാഹാം താമസിക്കുകയാണ്. ಅಬ್ರಹಾಮನು ದೇವರು ಕೊಟ್ಟಂತ ಕಾನಾನ್ ನಾಡಿನಲ್ಲೇ ಉಳಿದುಕೊಳ್ಳುತ್ತಾನೆ. ಲೋಟನು ಆಯ್ಕೆ ಮಾಡಿಕೊಳ್ಳುವುದನ್ನ ಅವನಿಗೆ ಬಿಟ್ಟು ಕೊಡುತ್ತಾನೆ. നമുക്കറിയാം, തുടർന്നുള്ള മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ കാണും സോദോം ഗൊമോറയിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് നമ്മൾ മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ വായിച്ചെടുക്കും. ಮುಂದಿನ ಅಧ್ಯಾಯಗಳಲ್ಲಿ ಈ ಸೊದೋಮ್ ಮತ್ತು ಗೊಮೋರ ಪಟ್ಟಣ ಯಾವ ರೀತಿಯ ಪಾಪದಲ್ಲಿ ತುಂಬಿತ್ತು ಎಂಬುದನ್ನು ನೋಡೋಣ. ലോത്ത് അബ്രാഹത്തെ പിരിഞ്ഞ് ആ സ്ഥലത്തേക്ക് പോയി. ಲೋಟನು ಅಬ್ರಹಾಮನಿಂದ ಬೇರ್ಪಟ್ಟು ಆ ಸ್ಥಳದಲ್ಲಿ ಹೋಗಿ ವಾಸ ಮಾಡತೊಡಗಿದ. 13-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുമ്പിൽ മഹാപാപികളുമായിരുന്നു. 13ನೇ ವಚನದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ಸೋದೋಮಿನ ಪಟ್ಟಣದವರು ಬಹಳ ದುಷ್ಟರು, ಪ್ರಭುವಿನ ದೃಷ್ಟಿಯಲ್ಲಿ ಕಡು ಪಾಪಿಗಳು. ആ ഒരു സ്ഥലത്തേക്കാണ് ലോത്ത് പോയത്. ಇಂಥ ದುಷ್ಟತೆ ತುಂಬಿದ ಸ್ಥಳವನ್ನ ಲೋಟನು ಆಯ್ಕೆ ಮಾಡಿಕೊಂಡನು. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മളിങ്ങനെ ഒരു കഥ പോലെ വായിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ സ്ഥലത്തേക്ക് നോക്കി അങ്ങനെ പോയി നമുക്ക് പറയാം. പക്ഷെ അതിനേക്കാൾ ഉപരി ലോത്ത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ആ ദേശം എങ്ങനെയുള്ളതാണെന്ന് ലോത്തിന് അറിയാം. പക്ഷെ ലോത്ത് സമ്പത്തും പണവും സുഖ സൗകര്യങ്ങളും പ്രതീക്ഷിച്ച് ആ സ്ഥലത്തേക്ക് ചാടി പുറപ്പെടുകയാണ്. ಇದು ಬರೀ ಒಂದು ಕತೆ ಮಾತ್ರವಲ್ಲ, ಲೋಟನು ಆಯ್ಕೆ ಮಾಡಿಕೊಳ್ಳುವಾಗ ಆ ಊರಿನ ಜನ ಹೇಗೆ ಇದ್ದರು ಎಂಬುದು ಗೊತ್ತಾಗಿದ್ದರೂ ಸಹ ಅವನು ಇಷ್ಟಪಟ್ಟಿದ್ದು ಇದು ಸಂಪದ್ಭರಿತವಾದ ನಾಡು, ಒಳ್ಳೆ ವ್ಯವಸಾಯದ ಭೂಮಿ, ಇದು ಸೌಕರ್ಯಗಳಿಂದ ತುಂಬಿದೆ ಎಂದು ಆಶೆಪಟ್ಟು ಹೋಗುತ್ತಾನೆ. നമ്മുടെ ജീവിതവും അബ്രാഹത്തിന്റെയും ലോത്തിന്റെയും ജീവിതം വെച്ച് നമ്മുടെ ജീവിതവും കൃത്യമായിട്ട് ഇതിനകത്തുനിന്ന് വായിച്ചെടുക്കാൻ പറ്റണം. ಅಬ್ರಹಾಮ ಮತ್ತು ಲೋಟನ ಜೀವಿತದ ಈ ಘಟನೆಯನ್ನ ನೋಡಿ ನಮ್ಮ ಜೀವಿತದಲ್ಲ ಸರಿಯಾದ ನಿರ್ಧಾರ ತೆಗೆದುಕೊಳ್ಳಬೇಕು. എൻ്റെ കണ്ണിൽ നല്ലതെന്ന് തോന്നുന്നു. ഞാൻ നോക്കുകയാണോ, ഇന്ന രാജ്യം വളരെ നല്ലതാണ്, ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് ഒത്തിരി സമ്പത്ത് കിട്ടും, അവിടെ ഒത്തിരി പണം ഉണ്ടാക്കാം, ഇച്ചിരി കൂടെ സുഖ സൗകര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാം എന്ന് അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വലിയ അപകടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്.
ನಾವು ಕಣ್ಣಿನಿಂದ ನೋಡಿ ಮಾನುಷಿಕ ಆಲೋಚನೆಯಲ್ಲಿ ಆ ನಗರ ಚೆನ್ನಾಗಿದೆ, ಅಲ್ಲಿ ಹೋದರೆ ನಾನು ಚೆನ್ನಾಗಿ ಸುಖ ಶಾಂತಿ ನೆಮ್ಮದಿಯಿಂದ ಬಾಳಬಹುದು, ಒಳ್ಳೆ ಹಣಕಾಸು ಸಂಪಾದನೆ ಮಾಡಿ ಜೀವಿಸಬಹುದು ಎಂದು ನಾವು ಕಣ್ಣಿನ ಮೂಲಕ ಆಲೋಚನೆ ಮಾಡಿ ಹೋದರೆ ಅಲ್ಲಿ ಬಹಳ കഷ്ടಕ್ಕೆ ഈടാകുತ್ತೇವೆ. സമ്പത്തും പണവും സുഖഭോഗങ്ങളും ഒക്കെ പ്രതീക്ഷിച്ച് വിദേശങ്ങളിലേക്കും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോയവരുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളും തകർച്ചകളും നമ്മൾ കൃത്യമായിട്ട് ഈ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ಹಣ, ಅಂತಸ್ತು, ಆಸ್ತಿಪಾಸ್ತಿಯನ್ನ, ಸೌಕರ್ಯಗಳನ್ನ, ಸುಖಭೋಗಗಳನ್ನ ಹುಡುಕಿಕೊಂಡು ಬೇರೆ ಊರಿನಲ್ಲಿ ಬೇರೆ ನಾಡಿಗೆ ಹೋದವರು ಈಗ ಎಂತೆಂಥ ಕಷ್ಟಗಳಲ್ಲಿ ಅನುಭವಿಸುತ್ತಿದ್ದಾರೆ ಎಂಬುದು ನಮಗೆ ಚೆನ್ನಾಗಿ ತಿಳಿದಿದೆ. പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ಜ್ಞಾನೋಕ್ತಿಗಳ ಗ್ರಂಥ 3ನೇ ಅಧ್ಯಾಯ ವಚನ 5ರಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, ನಿನ್ನ ಜೀವಿತದ ಎಲ್ಲಾ ಮಾರ್ಗಗಳನ್ನು സർവേശ്വരನಿಗೆ ಒಪ್ಪಿಸು, ആತನು ಅದನ್ನು സരാഗ ಮಾಡುವನು. അബ്രാഹാം ദൈവത്തോട് സഹകരിച്ച് ദൈവം കൊടുത്ത സ്ഥലത്ത് നിലനിൽക്കുന്നു. ലോത്ത് പെട്ടെന്ന് ബാഹ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ കണ്ടു, സമ്പത്ത്, പണം, സുഖം കണ്ടു, അങ്ങോട്ട് പെട്ടെന്ന് ചാടി പുറപ്പെടുകയാണ്. ಅಬ್ರಹಾಮನು ದೇವರು ತೋರಿಸಿದಂತ ಕಾನಾನ್ ನಾಡಿನಲ್ಲೇ ವಾಸ ಮಾಡತೊಡಗಿದನು. ಆದರೆ ಲೋಟನು ತನ್ನ ಕಣ್ಣಿಗೆ ಸುಂದರವಾಗಿ ರಮ್ಯವಾಗಿ ಕಂಡಂತ ನಾಡಿಗೆ ಹೊರಟು ಬಂದನು. ഇനി ദൈവത്തോട് ചേർന്ന് നിന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുന്ന അബ്രാഹത്തിന്റെ ജീവിതാവസ്ഥ എന്താണ്, ദൈവം അവന് വാഗ്ദാനം ചെയ്തത്, പ്രതിഫലം കൊടുക്കുന്നത് നമ്മൾ വായിക്കാൻ പോവുകയാണ്. ಆದರೆ ಸ್ವಂತ ಇಷ್ಟದಂತೆ ನಡೆಯದೆ ದೇವರ ಚಿತ್ತಕ್ಕೆ ಅನುಗುಣವಾಗಿ ಜೀವಿಸಿದಂತ ಅಬ್ರಹಾಮನ ಜೀವಿತದಲ್ಲಿ ದೇವರು ಮಾಡಿದ ಕಾರ್ಯವನ್ನು ಗಮನಿಸೋಣ. 14 മുതലുള്ള തിരുവചന ഭാഗത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു. 14ನೇ ವಚನ. അബ്രാം ലോത്തിൽ നിന്ന് വേർപെട്ടതിന് ശേഷം കർത്താവ് അബ്രാമിനോട് പറഞ്ഞു, നീ തല ഉയർത്തി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. ಲೋಟನು ಅಬ್ರಾಮನನ್ನು ಬಿಟ್ಟು ಹೋದ ಬಳಿಕ ಸರ್ವೇಶ್ವರ ಸ್ವಾಮಿ ಅಬ್ರಾಮನಿಗೆ, ನೀನು ಇರುವ ಸ್ಥಳದಿಂದಲೇ ದಕ್ಷಿಣೋತ್ತರ, ಪೂರ್ವ, ಪಶ್ಚಿಮಗಳ ಕಡೆಗೆ ಕಣ್ಣೆತ್ತಿ ನೋಡು. നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ನಿನ್ನ ಕಣ್ಣಿಗೆ ಕಾಣಿಸುವ ಈ ಪ್ರಾಂತ್ಯವನ್ನೆಲ್ಲ ನಿನಗೂ ನಿನ್ನ ಸಂತಾನಕ್ಕೂ ಶಾಶ್ವತವಾಗಿ ಕೊಡುತ್ತೇನೆ. 16-ാം വാക്യം, ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ ನಿನ್ನ ಸಂತತಿಗಳೇയും ಎಣ್ಣಾನಾവും. 16ನೇ ವಚನ, ನಿನ್ನ ಸಂತಾನದವರನ್ನು ಭೂಮಿಯ ಧೂಳಿನಷ್ಟು ಅಸಂಖ್ಯಾತರನ್ನಾಗಿ ಮಾಡುತ್ತೇನೆ. ಭೂಮಿಯ ಧೂಳನ್ನು ಲೆಕ್ಕಿಸಲು ಸಾಧ್ಯವಾದಲ್ಲಿ ನಿನ್ನ ಸಂತಾನದವರನ್ನು ಲೆಕ್ಕಿಸಲು ಸಾಧ್ಯವಾದೀತು. 17-ാം വാക്യം, എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, അത് നിനക്ക് ഞാൻ തരും. ನೀನೆದ್ದು ಈ ನಾಡಿನ ಉದ್ದ ಅಗಲಕ್ಕೂ ತಿರುಗಾಡು, ಇದನ್ನು ನಾನು ನಿನಗೆ ಕೊಡುತ್ತೇನೆ ಎಂದು ಹೇಳಿದರು. അബ്രാഹത്തോട് ദൈവം പറയുന്ന കാര്യങ്ങളുണ്ട്. നീ എഴുന്നേറ്റ് നോക്കുക, തല ഉയർത്തി നോക്കുക, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും എല്ലാം നോക്കുക. നീ എവിടെയൊക്കെ നോക്കുന്നോ അത് മുഴുവൻ നിന്റെ സ്ഥലമായിരിക്കും. അതുപോലെ തന്നെ ഭൂമിയിലെ പൂഴി പോലെ നിനക്ക് സന്താനങ്ങളെ തരും, നിനക്കെല്ലാം തരുമെന്ന് കർത്താവിൻ്റെ ഒരു വലിയ വാഗ്ദാനം കണ്ടോ. ലോത്ത് ഒരു കാര്യം മാത്രം നോക്കി അങ്ങോട്ട് പോയി. പക്ഷെ അബ്രാഹാം ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ട് ആ ലോത്തിന് കൊടുത്ത പോലെയല്ല, എങ്ങോട്ടൊക്കെ നോക്കിയോ അത് മുഴുവൻ അബ്രാഹത്തോട് ദൈവം എടുത്തോളാൻ പറയുകയാണ്. ಲೋಟನು ಕ್ಷಣ ಮಾತ್ರದಲ್ಲಿ ಕಣ್ಣೆತ್ತಿ ನೋಡಿ ತನ್ನ ಕಣ್ಣಿಗೆ ಸುಂದರವಾದ ಸ್ಥಳವನ್ನು ಆಯ್ಕೆ ಮಾಡಿಕೊಂಡು ಬಿಟ್ಟ. ಆದರೆ ಅಬ್ರಹಾಮನಿಗೆ ಸ್ವತಃ ಸರ್ವೇಶ್ವರ ಸ್ವಾಮಿ ಹೇಳುತ್ತಾರೆ, ನೀನು ಕಣ್ಣೆತ್ತಿ ನೋಡು, ಎದ್ದು ನಡೆ, ಪೂರ್ವ, ಪಶ್ಚಿಮ, ದಕ್ಷಿಣ, ಉತ್ತರ ದಿಕ್ಕುಗಳಿಗೆ ನೀನು ನೋಡುವ ಸ್ಥಳವೆಲ್ಲ ನಿನಗೆ ಕೊಡುತ್ತೇನೆ. ಸಮುದ್ರ മണ്ണിನ ധൂളിനಷ್ಟು ನಿನ್ನ ಸಂತಾನದವರನ್ನು അസംഖ്യാതവനാಗಿ മാർಪಡಿಸುತ್ತೇನೆ ಎಂದು തിരുവചനത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ സിറാക്ക് ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്, നീതിമാൻ ഭൂമി അവകാശമാക്കും എന്നൊരു വചനം. ಸಿರಾಕನ ಗ್ರಂಥದಲ್ಲಿ ನಾವು ನೋಡುತ್ತೇವೆ, നീതിವಂತನು ഭൂമിಯನ್ನು ವಶಪಡಿಸಿಕೊಳ್ಳುತ್ತಾನೆ. നമ്മൾ ചിന്തിച്ചു, അബ്രാഹാം വിശ്വാസികളുടെ പിതാവെന്നാ പറയുന്നത്. വചനം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ, ഈ വചനം എവിടെയൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം അബ്രാഹത്തെ കുറിച്ച് വിശ്വാസികളുടെ പിതാവെന്ന് പ്രഘോഷിക്കപ്പെടുന്നുണ്ട്. ಅಬ್ರಹಾಮನು ವಿಶ್ವಾಸದ ಪಿತಾಮಹ, ಹೌದಲ್ವಾ? ದೇವರ ವಾಕ್ಯ ಎಲ್ಲೆಲ್ಲಿ ಸಾರಲಾಗುತ್ತದೋ ವಿಶ್ವಾಸದ ಕುರಿತು ಮಾತನಾಡುವಾಗ ಅಬ್ರಹಾಮನು ಸಾಕ್ಷಿಯಾಗಿ ನಿಲ್ಲುತ್ತಾನೆ. ദൈവത്തോട് ചേർന്ന് നിന്നവന് ലോകത്തെ ഭൗമിക സ്ഥലങ്ങൾ മാത്രമല്ല, ലോകത്തുള്ള ക്രിസ്ത്യാനി മക്കളുടെ ഹൃദയത്തിൽ വരെ, യഹൂദന്മാരുടെ ഹൃദയത്തിൽ വരെ സ്ഥാനം പിടിക്കാനുള്ള ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ദൈവിക കൃപ അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ದೇವರೊಟ್ಟಿಗೆ ಸೇರಿ ಜೀವಿಸುವ ವ್ಯಕ್ತಿ ಈ ಭೂಮಿಯಲ್ಲೆಲ್ಲೂ ಆತನ ಹೆಸರು ಪ್ರಖ್ಯಾತಗೊಳ್ಳುವುದು ಮಾತ್ರವಲ್ಲ, ಪ್ರತಿಯೊಬ್ಬ ಕ್ರೈಸ್ತನ ಹೃದಯದಲ್ಲಿ, ಪ್ರತಿಯೊಬ್ಬ ಯಹೂದ್ಯನ ಹೃದಯದಲ್ಲಿ ವಿಶ್ವಾಸಕ್ಕೆ ಸಾಕ್ಷಿಯಾಗಿ ದೇವರು ಅಬ್ರಹಾಮನನ್ನ ಘನಪಡಿಸುತ್ತಾರೆ. അല്ലെ, നമ്മൾ പൂർവ്വപിതാവെന്ന് പറയുന്നത് അബ്രാഹത്തെയാണ്.
ನಾವು ಪೂರ್ವ ಪಿತಾಮಹ ಎಂದು ಹೇಳುವುದು ಅಬ್ರಹಾಮನ ಕುರಿತಾಗಿದೆ. കണ്ടോ, നീ കാണുന്ന പ്രദേശം 15-ാം വാക്യത്തിൽ പറയാണ്, നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും എന്നേക്കുമായി ഞാൻ തരും. ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. 15ನೇ ವಚನದಲ್ಲಿ ನೋಡಿದೆವು, ನಿನ್ನ ಕಣ್ಣಿಗೆ ಕಾಣಿಸುವ ಈ ಪ್ರಾಂತ್ಯವನ್ನೆಲ್ಲ ನಿನಗೂ ನಿನ್ನ ಸಂತಾನಕ್ಕೂ ಶಾಶ್ವತವಾಗಿ ಕೊಡುತ್ತೇನೆ. കണ്ടോ, ನಿನ್ನ ಸಂತಾನದವರನ್ನು ಭೂಮಿಯ ಧೂಳಿನಷ್ಟು ಹೆಚ್ಚಿಸುತ್ತೇನೆ. അപ്പൊ നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അബ്രാഹത്തിന്റെ മക്കളായി മാറി. കണ്ടോ, ഇത് എന്ന് വാഗ്ദാനം ചെയ്തതാ? അനാദിയിലെ വാഗ്ദാനം ചെയ്തത് പ്രകാരം എങ്ങനെയാണ് നമ്മൾ മക്കളായി തീർന്നത്? കണ്ടോ, ദൈവം അന്ന് കൊടുത്ത വാഗ്ദാനം ഇന്നും അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ನೋಡಿ, ಅಬ್ರಹಾಮನಿಗೆ ದೇವರು ಅಂದು ವಾಗ್ದಾನ ಮಾಡಿದ್ದರು, ನಿನ್ನ ಸಂತತಿ ಸಂತಾನಕ್ಕೆ ಶಾಶ್ವತವಾಗಿ ಕೊಡುತ್ತೇನೆ ಎಂದು. ಅಂದು ವಾಗ್ದಾನ ಮಾಡಿದ್ದು ಇಂದು ಅಬ್ರಹಾಮನ ಮಕ್ಕಳಾದ ನಮ್ಮಲ್ಲಿ ಸಹ ಕಾರ್ಯ ಮಾಡ್ತಾ ಇದೆ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 29-ഉം 30-ഉം തിരുവചന ഭാഗങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ಮತ್ತಾಯನು ಬರೆದ ಶುಭ ಸಂದೇಶ 19ನೇ ಅಧ್ಯಾಯ ವಚನ 29-30ರಲ್ಲಿ, എന്നെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്നവന് 100 ഇരട്ടി തന്നെ ഞാൻ ഈ ഭൂമിയിൽ വെച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ದೇವರ ನಿಮಿತ್ತ ತಂದೆಯನ್ನಾಗಲಿ ತಾಯಿಯನ್ನಾಗಲಿ ಆಸ್ತಿ ಪಾಸ್ತಿಯನ್ನಾಗಲಿ ಏನೆಲ್ಲಾ ಕಳೆದುಕೊಳ್ಳುತ್ತಾರೋ ಅದಕ್ಕೆ ಪ್ರತಿಯಾಗಿ 100 ಮಡಿಯಷ್ಟು ಪಡೆದುಕೊಳ್ಳುತ್ತಾರೆ. കണ്ടോ, കൃത്യമായിട്ട് ദൈവത്തോട് സഹകരിച്ചവന് എല്ലാം കൊടുത്തു. ನೋಡಿ, ಎಷ್ಟು ನಿಶ್ಚಯವಾಗಿ ಅಬ್ರಹಾಮನು ದೇವರು ಕರೆದಾಗ ಎಲ್ಲವನ್ನು ತ್ಯಾಗ ಮಾಡಿ ಬಂದ. ಅದೆಲ್ಲವನ್ನು ದೇವರು 100 ಮಡಿಯಷ್ಟು ಹಿಂದಿರುಗಿಸಿ ಕೊಡ್ತಿದ್ದಾರೆ. അബ്രാഹാം ജീവിച്ചിരുന്നപ്പോൾ ഈ വാഗ്ദാനം ഒന്നും കൃത്യമായിട്ട് പ്രാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ಅಬ್ರಾಮನು ಜೀವಂತವಾಗಿರುವಾಗ ಈ ವಾಗ್ದಾನ ಸಂಪೂರ್ಣವಾಗಿ ನೆರವೇರಿದ್ದನ್ನ ನಾವು ನೋಡುವುದಿಲ್ಲ. പക്ഷെ തലമുറയായിട്ട് ഈ വാഗ്ദാനങ്ങൾ ദൈവം നിറവേറ്റും. ಆದರೆ ಅಬ್ರಹಾಮನಿಗೆ ಮಾಡಿದ ವಾಗ್ದಾನ ತಲೆಮಾರುಗಳು ಸತತವಾಗಿ ಕಾರ್ಯ ಮಾಡುತ್ತಲೇ ಇದೆ. അന്ന് തുടങ്ങിയ വാഗ്ദാനം യുഗാന്ത്യം വരെ ഇത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ಅಂದು ನೀಡಿದಂತ ಈ ವಾಗ್ದಾನ ಲೋಕಾಂತ್ಯದವರೆಗೂ ಕಾರ್ಯ ಮಾಡಿಯೇ ತೀರುತ್ತದೆ. ഇവിടെ നമ്മൾ ലോത്തിനോട് സ്ഥലം എടുത്തോളാൻ പറഞ്ഞു. ലോത്ത് നോക്കി കണ്ടു, നല്ലതെന്ന് കണ്ടു. ലോത്ത് ചാടി പുറപ്പെടുന്നതാണ് കണ്ടത്. ಲೋಟನ ಬಗ್ಗೆ ಹೇಳೋದಾದರೆ, ಲೋಟ ಕಣ್ಣೆತ್ತಿ ನೋಡಿದ, ಇದು ತುಂಬಾ ಸುಂದರವಾಗಿದೆ ಎಂದು ಆ ಸ್ಥಳಕ್ಕೆ ಹೊರಟು ಹೋದ. എന്നാൽ അബ്രാഹാം ഈ വാഗ്ദാനം പ്രാപിച്ചു, വാഗ്ദാനം നോക്കി ചാടി അങ്ങോട്ട് ആ വാഗ്ദാനം എടുക്കാൻ വേണ്ടി അങ്ങ് പോയില്ല. ಆದರೆ ಅಬ್ರಹಾಮನು ಲೋಟನು ಹೋದ ರೀತಿಯಲ್ಲಿ ತತ್ಕ್ಷಣವೇ ಆತುರಪಟ್ಟು ಓಡಿ ಹೋಗಲಿಲ್ಲ. അപ്പൊ നമ്മൾ കാണുകയാണ് 18-ാം വാക്യത്തിൽ കാണുക, അബ്രാഹാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരത്തിന് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. 18ನೇ ವಚನ, ಅಬ್ರಾಮನು ಅಲ್ಲಿಂದ ಹೊರಟು ಅಲ್ಲಲ್ಲಿ ಗೂಡಾರ ಹಾಕಿಸಿಕೊಳ್ಳುತ್ತ ಹೆಬ್ರೋನಿನಲ್ಲಿರುವ ಮಮ್ರೆ ವೃಕ್ಷಗಳ ತೋಪಿಗೆ ಬಂದು ವಾಸ ಮಾಡಿದನು. ಸರ್ವೇಶ್ವರ ಸ್ವಾಮಿಗೆ ಅಲ್ಲಿ ಒಂದು ಬಲಿಪೀಠವನ್ನು ಕಟ್ಟಿಸಿದನು. അബ്രാഹത്തിന്റെ മനോഭാവം കണ്ടോ? ദൈവം ഒരു കാര്യം വാഗ്ദാനം കൊടുത്തപ്പോൾ, ദൈവം ഈ മുഴുവൻ കാര്യങ്ങളും സമ്മാനമായിട്ട് കൊടുത്തപ്പോഴത്തേനും അബ്രാഹത്തിന്റെ മനോഭാവം കണ്ടോ? അബ്രാഹം പെട്ടെന്നൊരു സ്ഥലത്തേക്ക് മാറി ഒരു ബലിപീഠം നിർമ്മിച്ചു. എന്നാൽ അതിന്റെ അർത്ഥം എന്നാ? ദൈവത്തിന് കൃതജ്ഞതയുടെ ബലി അർപ്പിച്ചു എന്നാണ്. ನೋಡಿ, ಅಬ್ರಹಾಮನ ಮನೋಭಾವವನ್ನು ನೋಡಿ ದೇವರು ಇಂಥ ವಾಗ್ದಾನವನ್ನ ಮಾಡಿದಾಗ ಅವನು ಮಾಡಿದಂತ ಕಾರ್ಯವೇನು? ಮೊಟ್ಟ ಮೊದಲು ದೇವರಿಗಾಗಿ ಒಂದು ಬಲಿಪೀಠವನ್ನ ಕಟ್ಟಿ കൃതജ്ഞതയെന്ന് സല്ലിസಲು മുന്താത. നമ്മൾ കാണുന്നുണ്ട് നോഹ പെട്ടകത്തിന് പുറത്തിറങ്ങി ആദ്യം ചെയ്തത് ഒരു ബലിപീഠം നിർമ്മിച്ച് ദൈവത്തിന് കൃതജ്ഞതയുടെ ബലി അർപ്പിക്കുകയാണ് ചെയ്തത്. ನೋಹನು ಜಲಪ್ರಳಯದ ನಂತರ ನಾವೆಯಿಂದ ಹೊರಗಡೆ ಬಂದ ಕೂಡಲೇ ಅವನು ಮಾಡಿದ ಮೊಟ್ಟ ಮೊದಲನೇ ಕೆಲಸ ದೇವರಿಗೆ ಬಲಿಪೀಠವನ್ನು ಕಟ್ಟಿ ಕೃತಜ್ಞತಾ ಬಲಿಯನ್ನು സമർപ്പിಸಿದ. 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം അബ്രാഹത്തെ വിളിച്ച് വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തപ്പോഴത്തേനും അനുഗ്രഹം എല്ലാം കൊടുത്തതിന് തൊട്ടു പിന്നാലെ അബ്രാഹവും ഒരു ബലിപീഠം നിർമ്മിച്ച് കർത്താവിന് കൃതജ്ഞതയുടെ ബലി അർപ്പിച്ചു. 12ನೇ ಅಧ್ಯಾಯದಲ್ಲೂ ನಾವು ನೋಡಿದೆವು, ದೇವರು ಅಬ್ರಹಾಮನನ್ನ ಕರೆದು ಅವನನ್ನ ವಾಗ್ದಾನದ ಮೂಲಕ ಆಶೀರ್ವದಿಸಿದ ಸಮಯದಲ್ಲೂ ಅವನು ಸರ್ವೇಶ್ವರನಿಗೆ ಒಂದು ಬಲಿಪೀಠವನ್ನು ಕಟ್ಟಿ ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸಿದ. ഇവിടെ ദൈവം വലിയ സമ്പത്തും അല്ലെങ്കിൽ സന്താന പരമ്പരയും എല്ലാം ദൈവം പ്രദാനം ചെയ്തപ്പോൾ ആമേൻ പറഞ്ഞ് അത് സ്വീകരിച്ച് അതിന് പിന്നാലെ പോയില്ല. മറിച്ച് ഇത് തന്ന ദൈവത്തെ ഓർത്ത് ഒരു ബലിപീഠം നിർമ്മിച്ച് കൃതജ്ഞത അർപ്പിച്ചു, പ്രാർത്ഥിച്ചു. ದೇವರು ಅಬ್ರಹಾಮನಿಗೆ ಆಸ್ತಿ ಪಾಸ್ತಿ ದನ ಕರುಗಳು ಎಲ್ಲವನ್ನ ಸಮೃದ್ಧಿ ನೀಡಿದ ಸಮಯದಲ್ಲಿ ಆಮೇನ್ ಎಂದು ಸ್ವೀಕರಿಸಿಕೊಂಡದ್ದು ಮಾತ್ರವಲ್ಲ,
ಅದರೊಟ್ಟಿಗೆ ಬಲಿಪೀಠವನ್ನ ಕಟ್ಟಿ ದೇವರಿಗೆ ಕೃತಜ್ಞತೆಯನ್ನ ಸಲ್ಲಿಸಿದ. ഇവിടെ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാര്യത്തിൽ ദൈവത്തിന് എല്ലാം തരാനുള്ള ഒരു പദ്ധതി അതിൻ്റെ പിന്നിലുണ്ട്. ಈ ಅಧ್ಯಾಯದಿಂದ ನಾವು ತಿಳಿದುಕೊಳ್ಳಬೇಕಾದ ವಿಷಯವೆಂದರೆ, ನಾವೆಲ್ಲರೂ ದೇವರಿಂದ ಕರೆಯಲ್ಪಟ್ಟವರು, ದೇವರಿಂದ ಆಯ್ಕೆ ಮಾಡಲ್ಪಟ್ಟ ನಮಗೆ ಬೇಕಾದ ಸಕಲ ಆಶೀರ್ವಾದಗಳನ್ನ ದೇವರು ಅನುಗ್ರಹಿಸುತ್ತಾರೆ. കൃതജ്ഞതയോടെ നമ്മളത് സ്വീകരിക്കണം. എന്നിട്ട് ദൈവത്തോട് എപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കണമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. ಕೃತಜ್ಞತೆಯಿಂದ ನಾವು ಅದನ್ನ ದೇವರಿಂದ ಸ್ವೀಕರಿಸಿಕೊಳ್ಳಬೇಕು. ನಮ್ಮ ಹೃದಯದಲ್ಲಿ ಸದಾಕಾಲ ಕೃತಜ್ಞತಾ ಮನೋಭಾವವಿರಬೇಕು. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇനി ലോത്തിന്റെ വശത്ത് ചിന്തിക്കുമ്പോൾ, ഓരോ കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ദൈവേഷ്ടപ്രകാരമാണോ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കണം. ಲೋಟನ ವಿಷಯವನ್ನ ಧ್ಯಾನಿಸುವಾಗ ನಾವು ಕಲಿಯಬೇಕಾದ ಪಾಠ, ನಾವು ಏನನ್ನಾದರೂ ಆಯ್ಕೆ ಮಾಡಬೇಕಾದರೆ ಅದು ದೇವರ ಚಿತ್ತಕ್ಕೆ ಅನುಗುಣವಾಗಿದೆಯಾ ಎಂದು ಯೋಚನೆ ಮಾಡಬೇಕು. ഇനി ലോത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ കാണുന്നതാണ്. ಮುಂದಿನ ಅಧ್ಯಾಯಗಳಲ್ಲಿ ಲೋಟನ ಜೀವಿತದಲ್ಲಿ ನಡೆಯುವ ಘಟನೆಗಳನ್ನ ಕುರಿತು ಧ್ಯಾನಿಸಬಹುದು. അബ്രാഹത്തെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് കൃതജ്ഞതയോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ಅಬ್ರಹಾಮನಂತೆ ದೇವರಲ್ಲಿ ವಿಶ್ವಾಸದಲ್ಲಿ ದೃಢವಾಗಿದ್ದು ಕೃತಜ್ಞತೆಯಿಂದ ಸ್ವೀಕರಿಸುವಂತೆ ದೇವರು ನಮ್ಮನ್ನ ಆಶೀರ್ವದಿಸಲಿ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ಒಂದು ಕ್ಷಣ ಕಾಲ ನಮ್ಮ ಕಣ್ಗಳನ್ನ ಮುಚ್ಚಿ ಪ್ರಾರ್ಥಿಸೋಣ. കർത്താവായ ഈശോയെ, ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ಕರ್ತರಾದ ಯೇಸುವೆ, ನಮ್ಮೆಲ್ಲರನ್ನು ನಿಮ್ಮ ಕರಗಳಿಗೆ ಸಮರ್ಪಿಸುತ್ತೇವೆ. അങ്ങയുടെ പരിശുദ്ധ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ನಿಮ್ಮ ಪರಿಶುದ್ಧವಾದ ವಾಕ್ಯಗಳಿಂದ ನಮ್ಮನ್ನು ಶುದ್ಧೀಕರಿಸಿರಿ. അബ്രാഹത്തെ പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ಅಬ್ರಹಾಮನಂತೆ ವಿಶ್ವಾಸದಲ್ಲಿ ದೃಢವಾಗಿ ಜೀವಿಸಲು ನಮಗೆ ಕೃಪೆ ನೀಡಿರಿ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകൾക്കും കൃതജ്ഞത അർപ്പിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ನಮ್ಮ ಜೀವಿತದಲ್ಲಿ ನೀವು ಮಾಡಿದ ಎಲ್ಲ ಉಪಕಾರಗಳಿಗೆ ಕೃತಜ್ಞತೆಯನ್ನ ಸಲ್ಲಿಸುವಂತೆ ನಮ್ಮನ್ನ ಮುನ್ನಡೆಸಿರಿ. എന്ത് കാര്യം ജീവിതത്തിൽ ഉണ്ടായാലും അങ്ങയോട് ആലോചന ചോദിച്ച് തീരുമാനമെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ಯಾವುದೇ ಮತ್ತು ಎಲ್ಲಾ ವಿಷಯಗಳಲ್ಲಿ ದೇವರ ಚಿತ್ತ ಮತ್ತು ದೇವರ ಅನುಮತಿಯೊಂದಿಗೆ ನಾವು ಮುನ್ನಡೆಯಲು ಕೃಪೆ ಮಾಡಿರಿ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ಮಾತೆ ಮರಿಯಮ್ಮನವರೇ, ನಮಗಾಗಿ ಎಡೆಬಿಡದೆ ಮಧ್ಯಸ್ಥಿಗೆ ವಹಿಸಿ ಪ್ರಾರ್ಥಿಸಿರಿ. ನಮೋ ಮರಿಯಾ ವರಪ್ರಸಾದ ಪೂರ್ಣೆ, ಕರ್ತರು ನಿಮ್ಮೊಡನೆ ಇದ್ದಾರೆ, ಸ್ತ್ರೀಯರಲ್ಲಿ ನೀವು ಧನ್ಯರು ಮತ್ತು ನಿಮ್ಮ ಉದರದ ಫಲವಾದ ಯೇಸು ಧನ್ಯರು. ಸಂತ ಮರಿಯ ದೇವ ಮಾತೆಯೇ, ಪಾಪಿಗಳಾಗಿರುವ ನಮಗಾಗಿ ಈಗಲೂ ನಮ್ಮ ಮರಣದ ಸಮಯದಲ್ಲೂ ಪ್ರಾರ್ಥಿಸಿರಿ. ಆಮೇನ್. ಪಿತನ, ಸುತನ ಮತ್ತು ಪವಿತ್ರಾತ್ಮನ ನಾಮದಲ್ಲಿ ಆಮೇನ್. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ വചനത്തോട് ചേർന്ന് നിൽക്കാൻ അവസരം തന്നതിന് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ಅತಿ ಪ್ರಿಯರೇ, ಮತ್ತೊಂದು ದಿನ ದೇವರ ವಾಕ್ಯದೊಟ್ಟಿಗೆ ಮುನ್ನಡೆಯಲು ಅವಕಾಶವನ್ನು ಮಾಡಿಕೊಟ್ಟದಕ್ಕಾಗಿ ದೇವರಿಗೆ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸೋಣ. നിങ്ങൾക്കറിയാവുന്നവർക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുത്ത് കർത്താവിന്റെ സുവിശേഷ വേലയിൽ നിങ്ങളും പങ്കുകാരാകണം. ನಿಮಗೆ ಪರಿಚಿತರಾಗಿರುವ ಎಲ್ಲರಿಗೂ ಈ ಲಿಂಕ್ ಅನ್ನ ಕಳುಹಿಸಿಕೊಟ್ಟು ದೇವರ ಕಾರ್ಯದಲ್ಲಿ ನಮ್ಮೊಟ್ಟಿಗೆ ನೀವು ಸಹಭಾಗಿಗಳಾಗಿರಿ. കർത്താവിന്റെ വചനത്താൽ ഈ ദേശം മുഴുവൻ നമുക്ക് പിടിച്ചടക്കണം. ದೇವರ ವಾಕ್ಯದ ಶಕ್ತಿಯಿಂದ ಇಡೀ ರಾಜ್ಯವನ್ನು ನಾವು ವಶಪಡಿಸಿಕೊಳ್ಳಬೇಕಾಗಿದೆ. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ದೇವರು ನಮ್ಮೆಲ್ಲರನ್ನು ಆಶೀರ್ವದಿಸಲಿ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.